ഹായ് അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒന്നാം നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പം നമ്മൾ രാവിലെ അല്ല കേട്ടോ, പത്തിരിപ്പണി എന്ന് പറയാൻ പുറപ്പെടുക. രാവിലെ അല്ല, ഒരു 12:30 1 മണി നേരത്തൊക്കെയാണ് കേട്ടോ പത്തിരിക്ക് പൊടി വാട്ടുന്നത്. അപ്പോൾ ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം തോതിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് വലിയ കപ്പാട്ടോ, സ്റ്റീൽ കപ്പാണ്. അതിപ്പോൾ ഏത് ചെറുതിനാണെങ്കിലും വലുതിനാണെങ്കിലും ആ ഒരു രീതിക്ക് എടുത്താൽ വെള്ളം അധികമായി പോകില്ല. വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം വെച്ചിട്ട് നമുക്കതൊന്ന് കുറച്ച് മുക്കി വെച്ചിട്ട് 2 കപ്പ് വെച്ചിട്ട് കുറച്ച് മുക്കി വെച്ചിട്ട് ഇട്ട് കൊടുക്കണതാണ് നല്ലത്. ഇനി അഥവാ വെള്ളം കുറവാണെങ്കിൽ നമുക്കതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് കുത്തി കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുക. പത്തിരി നന്നാവണമെങ്കിൽ എപ്പോഴും കുഴ നന്നാവണം. അത് നമ്മൾ എത്രത്തോളം കുഴച്ചെടുക്കുന്നുണ്ടോ അത്രത്തോളമാണ് നമ്മളെ പത്തിരി നന്നാവുക. പിന്നെ നമുക്ക് സഹായികളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് ഞായറാഴ്ച അല്ലേ നോമ്പ്. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് വലുതായിട്ട് തോന്നുന്ന പണികളൊക്കെ അവർ ഈസി ആയിട്ട് ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഒരാൾ ഇങ്ങനെ അമർത്തുന്നുണ്ട്. അപ്പോൾ അതിന് മറ്റാൾ വന്നിട്ട് അതൊക്കെ മേടിച്ച് പൊടിയിൽ മുക്കിയിട്ട് അടുക്കി വെക്കുന്നുണ്ട്. നിങ്ങളെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുട്ടികളാവുമ്പോൾ ഇങ്ങനെയൊക്കെ അല്ലേ, നമ്മളും ചെറുപ്പത്തിൽ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഞാനൊക്കെ പത്തിരി പരത്താൻ പഠിച്ചത് ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ. ഗോതമ്പ് പത്തിരിയാണ് പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ അധികം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് നല്ല നീണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനൊക്കെ പത്തിരി പരത്താൻ പഠിച്ചിരിക്കുന്നത് കേട്ടോ, അല്ലാതെ അരിപ്പൊടിയിലല്ല. ഇതിങ്ങനെ പരത്തിയെടുക്കാൻ അധികം ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ പ്രസ്സുമ്മ ലേശം എണ്ണ തേച്ച് കൊടുക്കുക. ഒരു പ്ലാസ്റ്റിക് കവർ കെട്ടിയിട്ട് കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ട് ഒന്ന് അമർത്തി എടുത്താൽ ഒരു മാതിരി വട്ടത്തിലായി കിട്ടും കേട്ടോ. നമുക്കിപ്പോൾ പരത്താൻ ആളുള്ളതുകൊണ്ട് അറിയുന്നതുകൊണ്ടും നമ്മൾ അങ്ങനെ എടുത്തു എന്നുള്ളൂ. അപ്പോൾ ചട്ടി ഒന്ന് ചൂട് അധികമായിപ്പോയി. അപ്പോൾ ആദ്യത്തതൊന്ന് കരിഞ്ഞു പോയിട്ടോ. ഇരുമ്പ് ചട്ടിയല്ലേ, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ ഓരോ പത്തിരി ഇട്ട് കൊടുക്കുമ്പോഴും പൊടിയൊന്നും ഇങ്ങനെ കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് തുടച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പരത്തുമ്പോൾ എപ്പോഴും പൊടി കുറച്ച് പരത്തുക. പക്ഷെ എൻ്റെ മകൾ പരത്തുമ്പോൾ അധികം ഇതുപോലെ പൊടി നല്ലോണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്നാം നോമ്പായതുകൊണ്ട് പത്തിരി തന്നെ വേണമെന്ന് നമുക്കൊരു നിർബന്ധം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പത്തിരിയൊക്കെ ഉണ്ടാക്കി അതൊരു ഇഡ്ഡലി പാത്രത്തിൽ ചൂടാറിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു പേപ്പർ അതിൻ്റെ മേലെ വെച്ചിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ പേപ്പറിൽ ആവിയൊക്കെ വന്നിട്ട് നനഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ പത്തിരി ബലം ഉണ്ടാവില്ല അധികം. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ടിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. പത്തിരി ബലം പിടിച്ചാതെ കുറേ നേരം സോഫ്റ്റായിട്ടിരിക്കണ വല്ല ടിപ്പും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ബീഫിന് വേണ്ടിയിട്ട് നമ്മൾ സവാളയും പച്ചമുളകും ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബീഫ് കഴുകിയത് ഇട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നിങ്ങളിതിപ്പോൾ താഴത്ത് വെച്ചിട്ട് എന്താ ഇളക്കുന്നത്? ഇത് വലിയ കുക്കർ കേട്ടോ. അപ്പോൾ ഞാൻ കുക്കർ ക്ലീനിങ്ങിൻ്റെ വീഡിയോയിൽ കാണിച്ച കുക്കറാണ്. ഇത് ഗ്യാസിൽ വെക്കലില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ കരിയൊക്കെ പോയതുകൊണ്ട് ഞാൻ ഗ്യാസിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചാൽ അങ്ങോട്ട് എത്തൂല, ഇളക്കിയിട്ട് വീഡിയോ എടുക്കാനും എത്തൂല, ഇളക്കാനും എത്തൂല. അപ്പോൾ ഒന്ന് പുറത്ത് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഗ്യാസ് മേൽക്കണ്ട് കയറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ കുക്കറുണ്ടോ, കരി പിടിച്ചിരുന്ന കുക്കറായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നോമ്പ് തുറക്കുണ്ടാക്കിയത് തണ്ണിമത്തനാണ്. തണ്ണിമത്തൻ ജ്യൂസ് പോലെ അടിച്ചെടുത്തിക്കുകയാണ്. അതിലേക്ക് കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് പിന്നെ നാരങ്ങ വെള്ളമാണ്. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ എന്താണെന്ന് നോമ്പറക്കാനെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ വീഡിയോ നോമ്പ് 11-നാണ് ഇപ്പം ഞാൻ ഇടുന്നതെങ്കിലും അപ്പോൾ അതിലിടക്കൊക്കെ നമ്മൾ വേറെ പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യാനും എടുക്കാനൊക്കെ ഒന്ന് സമയം കിട്ടണില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകുന്നത്. അപ്പോൾ നമ്മളെ നോമ്പ് തുറ അത്രയൊക്കെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയമായിട്ടോ. അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ കഴിച്ച് നോമ്പ് തുറന്നു. പിന്നെ കഴിക്കണത് ഒരു 8-9 മണിക്കൊക്കെയാണ് കേട്ടോ, അല്ല നോമ്പ് തുറന്ന ഉടനെ അല്ല. പിന്നെ നമ്മളിവിടെ നിന്ന് മഴയൊക്കെ പെയ്തു കേട്ടോ. ഇന്നിപ്പോൾ എന്താ ദിവസം? ബുധനോ ചൊവ്വയാണല്ലേ. ഇൻഷാ അള്ളാ അടുത്ത് ഞാൻ ആ മഴയുടെ വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ആ മഴ പെയ്തപ്പോൾ നല്ല തണുപ്പും സുഖമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനു വേണ്ടി ഇപ്പോൾ ഒന്ന് നല്ല ചൂടുമായി.
ഒരുപാട് നേരമൊന്നും പെയ്തില്ല, കുറച്ച് നേരമൊന്നും ഇങ്ങനെ പെയ്തിട്ടുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.